ചില മനുഷ്യർക്ക് എന്നോടൊരു ഇഷ്ടം തോന്നിയിട്ട് നീ പോൺസൈറ്റ് മീൻസ് ആപ്പിൽ എന്തെങ്കിലും കണ്ടന്റ് ഇടുന്നുണ്ടോ എന്ന് അവർ പോയി നോക്കുമ്പോൾ എന്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ. സാധാരണ ഒരു വീട്ടമ്മ റീൽസ് ചെയ്ത് കഴിഞ്ഞാലും, സാധാരണ വീട്ടമ്മ ഒരു കുക്കിംഗ് നൈറ്റ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാലും എല്ലാത്തിലും വരുന്ന ഒരു കോമൺ കമന്റുകളാണ്, വേറെ വല്ല പണിയല്ല തൊഴിലുറപ്പിന് പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരാൾ നന്നായി വരണമെന്നേ നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ. അതിൻ്റെ അകത്ത് ഇന്ന ആൾ ഇന്നത് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് നമുക്കൊരു കുശുംബാസൂയ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. വെടി പേശി എന്നൊക്കെ ഇഷ്ടംപോലെ നമുക്ക് പച്ച രീതിയിൽ വന്നിട്ട് തെറി വിളിക്കുന്നവരുണ്ട്. അപ്പൊ ആ ഓടിയിട്ട് അങ്ങോട്ടൊക്കെ വിളിക്ക് തുടങ്ങും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കേട്ട് കരഞ്ഞ സമയങ്ങളുണ്ട്. ഇപ്പൊ അമ്മാവന്മാരാണെങ്കിലും നല്ല സുഹൃത്തുക്കളാണ്. രാവിലെ ഗുഡ് മോർണിംഗ് ഗൗരി, എവിടെയാണ്, എന്തുണ്ട് വിശേഷം, ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ ഇന്ന് വർക്ക് ഉണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ്. അല്ലാതെ മോശമായിട്ടൊന്നും അവരൊന്നും ആരും ഇപ്പൊ ഈ ഒരു ഏജ് അല്ലാത്തവരും എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരെയും വേണമെങ്കിലും ആർക്കും എന്ത് വേണമെങ്കിലും പറയാം. അവരോട് ചോദിക്കില്ല എന്നുള്ളൊരു ഇതാണ് അവരുടെ ആ ഒരു രീതി എന്ന് പറയണേ. സിമ്പിളായിട്ട് ഞാൻ ഒന്നും ഇന്ന് കാണിച്ചില്ലല്ലോ ഗൗരി ചേച്ചിയെ, എന്തേന്ന് കാണിക്കാഞ്ഞ് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. പോലെ നമ്മുടെ എറണാകുളത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ പിള്ളേരെ കൊണ്ടുപോകും, ദുരുപയോഗങ്ങൾ ചെയ്യുന്നുണ്ട്. ലാസ്റ്റിൽ കരഞ്ഞു വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസത്തേക്ക് നമ്മളെ ഏറ്റെടുക്കും. പിന്നെ നമ്മുടെ ലൈഫാണ് പോകുന്നത്. കാരണം നമുക്ക് നമ്മുടേതായ ഒരു വിലയുണ്ട്, ഒരു മൂല്യമുണ്ട്. ഇതിനെ വെറുതെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഒരു റൂമിലോട്ട് പോയി ചേട്ടൻ പറയുന്നു വാ മോളെ നമുക്ക് ഷൂട്ട് ചെയ്യാം, റൂമിൽ പോയി ബിക്കിനി ചെയ്യാം, അല്ലെങ്കിൽ ആ ചേട്ടനും ആ കൊച്ചുമ്മയെ കാണത്തുള്ളൂ. അങ്ങനെ കുറെ കണ്ടന്റ് എടുത്തിട്ട് ആർക്കാണ് പുണ്യം? നമ്മുടെ നാട്ടിൽ പോൺ സൈറ്റ്സ് ഒക്കെ വളരെയധികം അവൈലബിൾ ആണ്, നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആളുകൾ ഇതുപോലത്തെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടായിരിക്കുമല്ലോ. ഇപ്പൊ എന്റെ ഫാൻസ്, ചില മനുഷ്യർക്ക് എന്നോടൊരു ഇഷ്ടം തോന്നിയിട്ട് നീ പോൺസൈറ്റ് മീൻസ് ആപ്പിൽ എന്തെങ്കിലും കണ്ടന്റ് ഇടുന്നുണ്ടോ എന്ന് അവര് പോയി നോക്കുമ്പോ എന്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ. ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 100 രൂപയുടെ ആണേലും 50 രൂപയുടെ ആണേലും അവർക്ക് ആസ്വദിക്കാൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ നോക്കും. അതിൻ്റെ അകത്ത് ഇപ്പം എന്താ പറയുക, ഗൗരീനെ ഇഷ്ടപ്പെട്ടിട്ട് ഗൗരിയുടെ കണ്ടന്റ് കാണാൻ മാത്രം പോകുന്നവർ ഇഷ്ടം പോലുണ്ട്. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോ പ്രൗഡായിട്ട് തോന്നാറുണ്ടോ? അങ്ങ് ഡെയിലി കണ്ടന്റ് ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. നമ്മുടെ കണ്ടന്റുകൾ ഇപ്പൊ നമ്മള് സ്റ്റോറി ഇടുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും കണ്ടന്റ് ഇടുമ്പം 100 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 100 രൂപയുടെ കണ്ടന്റ് കാണുന്നതിന് ഇപ്പൊ എന്നാ കുഴപ്പം? അതിൻ്റെ അകത്ത് ഒരു നൈറ്റോ 50,000 1 ലക്ഷമോ കോടികളൊന്നും അല്ലല്ലോ. ഒരു 100 രൂപയുടെ കണ്ടന്റ് അല്ലേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ചിലപ്പോ 200 രൂപ കാണും. അത് ബിക്കിനി, അത് പോയി കാണട്ടെ. സെമീനോട് ചിലപ്പോ 400 രൂപയായിരിക്കും, അല്ലെങ്കിൽ 500 രൂപയായിരിക്കും. അതിൽ മേളിലോട്ടൊന്നുമില്ല. ഈ നമ്മൾ ഈ ഫോട്ടോഷൂട്ടൊക്കെ ഇപ്പൊ ഒരുപാട് ചെയ്യുന്ന ആളല്ലേ, ചില ആളുകള്, നമുക്ക് എല്ലാ ആളുകളെയും ചിലപ്പോൾ വിശ്വസിക്കാനൊന്നും പറ്റില്ല. ചിലര് നമ്മളെ ചതിക്കുഴിയിലൊക്കെ കൊണ്ടുപോയി പെടുത്തും. ചേച്ചി നമ്മൾ നല്ല ഫോട്ടോഷൂട്ട് എടുത്തരാന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ പൈസ അടക്കം പറ്റിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഷൂട്ടിന് വിളിച്ചു, നമ്മുടെ കണ്ടന്റുകൾ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് കണ്ടന്റുകൾ തരത്തില്ല. പിന്നെ മറ്റുള്ളവരുടെ ഇതില് അത് അവര് പോസ്റ്റ് ചെയ്യോ? അവർ പോസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ കണ്ടന്റ് അവരെടുത്തിട്ട് അവർക്ക് സോഫ്റ്റ്വെയറുകൾ തുടങ്ങിയിട്ട് അതിൻ്റെ അകത്ത് പ്രൊഫൈൽ പിക്ചർ എന്റേത് വെച്ചുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നു. അപ്പൊ എനിക്കിത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഞാനെന്ന് പറയുന്നത് ജോലി ഭാഗമാണ്, ജോലിയുടേത് ചെയ്തു. നിനക്ക് വേണമെങ്കിൽ നീ ഒരാളുടെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് നീ ആപ്പിന്റെ അകത്ത് നിന്റെ പ്രൊഫൈലിൽ വെച്ചു, അത് എനിക്ക് പ്രശ്നമില്ല. കാരണം എന്റെ അനുവാദം ഇല്ലാതെ മറ്റൊരാൾ കൊണ്ടുവന്നിട്ട് വെക്കുന്നതിൽ താല്പര്യമില്ല. അങ്ങനെ ചെയ്തതിൻ്റെ അകത്ത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മൂന്നാമതൊരാളുടെ ഇതിൽ നിന്ന് കണ്ടിട്ടില്ല. അല്ലാതെ നമുക്ക് പ്രശ്നമില്ല. അപ്പൊ വിഷമം തോന്നാറുണ്ടോ? വിഷമം എന്ന് പറയുമ്പോൾ എന്റെ കണ്ടന്റ് വിറ്റിട്ട് ഇവര് കാശുണ്ടാക്കുന്നു എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമം വരുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല മറ്റൊരിടത്ത് നിങ്ങൾ ഇത് പോസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട്. അപ്പൊ എന്റേത് കൊണ്ടുപോകുമ്പോ എനിക്ക് വിഷമം വരുന്ന ഒരു കാര്യമാണ്. അല്ലാതെ അവര് നമ്മള് ചീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ വിഷമം ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് നീ അത് എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. നീ എന്റെ കൂടെ വന്നിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊഫൈലിൽ അവര് പോസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ആപ്പ് തുടങ്ങുമ്പോൾ ഞാൻ അനുവാദം കൊടുക്കുന്നില്ല. ഇൻസ്റ്റയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, പക്ഷെ ആപ്പിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല. അപ്പൊ അത് പോസ്റ്റ് അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇച്ചിരി ജലസ്യ കൂടുതലാണ്. ഈ നമ്മളെല്ലാ ഇൻഡസ്ട്രിയിലും കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഈ പാട്ട് പാടുന്ന ആളുകൾക്കിടയിൽ കോമ്പറ്റീഷൻ ഉണ്ട്, സിനിമാ നടന്മാർക്കിടയിൽ, സിനിമാ നടിമാർക്കിടയിലൊക്കെ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ഇതുപോലെ ഈ സെമി ന്യൂഡ് കണ്ടന്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ട്, മോഡലിംഗ്, ബോൾഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പൊ ഉണ്ട്. പണ്ടൊക്കെ നമ്മൾ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പേര്, ഒന്നാമത് ഈ സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രിപ്ഷൻ അങ്ങനത്തെ ഒരു സാധനം കൂടി വന്നപ്പോൾ എല്ലാ ഫോട്ടോഗ്രാഫറുടെ ഇതിലും ഉണ്ട് ഈ കണ്ടന്റ് ഇടുന്ന ആപ്പുകൾ. ഫോട്ടോഗ്രാഫർ കൊച്ചു പിള്ളേരുടെ വരെയിലും ഒരു
സോഫ്റ്റ്വെയർ ഉണ്ട്. ഒരു മനുഷ്യന്റെ പോലും ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എവിടെ നോക്കിയാലും ക്ലിക്ക് ഇൻ ബയോ, ക്ലിക്ക് ഇൻ ബയോ എന്നും പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ നിങ്ങളുടെ ഒരു ഫീൽഡിൽ കോമ്പറ്റീഷൻ ഉണ്ടോ നല്ല രീതിയിൽ? സ്വാഭാവിക ഇഷ്ടംപോലെ കാണത്തില്ലേ. അത് ഇപ്പം നമ്മളൊരാളിനെയും ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരാൾ നന്നായി വരണമെന്നേ നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ. അതിൻ്റെ അകത്ത് ഇന്ന ആൾ ഇന്നത് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് നമുക്കൊരു കുശുംബാസൂയ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അത് അവരവരുടെ ജോലിയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്ന സമയം മുതൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. അതേപോലെ ആയിരിക്കും ഒരാളുടെ, ഇപ്പൊ മറ്റൊരു പെൺകുട്ടി വന്നെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും ഒന്നുമില്ലാത്തവരായിരിക്കാം. അപ്പൊ അവർക്കും ജീവിക്കണ്ടേ നമ്മുടെ സമൂഹത്തില്. എല്ലാ മനുഷ്യർക്കും ജീവിക്കണം. അപ്പം ഞാൻ ചോദിക്കുന്നത്, അവര് ഒരാൾ ചെയ്യുന്ന കണ്ടുകൊണ്ട് എനിക്കൊരു കുശുമ്പെടുത്തിട്ട് കാര്യമില്ല. കാരണം അവരും കഷ്ടപ്പെടണം, അവരും ജീവിക്കണം, അവരും അവരുടേതായ നിലപാടിൽ പോകണം എന്നാണ് ഞാൻ പറയാറുള്ളത്. ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് നമ്മള് ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ വരികയാണല്ലോ, അപ്പൊ നമ്മൾ റെഫർ ചെയ്യുമല്ലോ. അപ്പൊ അതിൽ വന്ന ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഇവക്ക് പൈസക്ക് വേണ്ടിയിട്ടാണ് ഇവൾ ആവശ്യം എന്ന് പറയുന്നത്, എന്നാൽ ഇവക്ക് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ, എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്തിനാണ് നമ്മളെ മക്കളെയും കൂടി വഴിതെറ്റിപ്പിക്കുന്നത് എന്നുള്ള ഒരുപാട് കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു. അത് ചേച്ചി കാണാറുണ്ടോ, അല്ലെങ്കിൽ യൂട്യൂബിലെ അടിയിൽ ഇത്തരത്തിലുള്ള ചാനലുകാരുടെ ഇതിലോ ആയിരിക്കാം, കമന്റ്സ് ഉണ്ട്, ചാനലുകാരുടെ ആയിരിക്കാം. അത് ഈ ഫുൾ വീഡിയോ കാണാഞ്ഞിട്ടാണ് ഈ സംസാരിക്കണേന്ന് പറയണേ. ഇപ്പൊ നമ്മളൊരു സാധാരണ ഒരു കുടുംബത്തിലിരിക്കുന്ന ഒരു വീട്ടമ്മനെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്താലും, അല്ലാത്തൊരു മോഡൽ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ചെയ്തു കഴിഞ്ഞാലും, സാധാരണ ഒരു വീട്ടമ്മ റീൽസ് ചെയ്തു കഴിഞ്ഞാലും, സാധാരണ വീട്ടമ്മ ഒരു കുക്കിംഗ് നൈറ്റ് ഇട്ട് ചെയ്തു കഴിഞ്ഞാലും, എല്ലാത്തിലും വരുന്ന ഒരു കോമൺ കമന്റുകളാണ്, ഇവക്ക് വേറെ വല്ല പണിയല്ല, തൊഴിലുറപ്പിന് പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഈ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ഒരാളുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പം ചിലപ്പം വീട്ടിലെ അടുക്കളയിൽ ഇരിക്കുമ്പോ ഒരു വീഡിയോ അവർ നൈറ്റിയിലിട്ട് അവർ അത് മില്യൺ ആവുമായിരിക്കും. പക്ഷെ ആ മില്യൺ ആവുന്നതിന്റെ ആ പുള്ളിക്കാരത്തി വേറെ എന്തോ കാണിച്ചു എന്നും പറഞ്ഞിട്ടായിരിക്കും അടി വരുന്ന കമന്റ്. പക്ഷെ ആ പുള്ളിക്കാരത്തി നൈറ്റ് ഇട്ടും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ജോലി ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒരു പുള്ളിക്കാരത്തി മാങ്ങയോ എന്തോ ഒരു ഫ്രൂട്ട് അങ്ങാണ്ട് പറിച്ച് കഴിക്കുന്ന യൂട്യൂബിലാണ് ആ വീഡിയോ. പക്ഷെ പുള്ളിക്കാരത്തി നല്ല ഷർട്ടൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ ആ പുള്ളിക്കാരത്തി, ഇവളുടെ സൗണ്ട് കേട്ടില്ലേ, മോശമായിട്ടുള്ളൊരു വേറൊരു സൗണ്ടാണ്, അവിടെ തീറ്റി കണ്ടില്ലേ. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് തിന്നാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ആസ്വദിച്ച് ഫുഡ് കഴിക്കണേന്ന് പറയണേ. മറ്റൊരാളുടെ ഇഷ്ടത്തിനല്ല നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. ആ പുള്ളിക്കാരത്തിയുടെ സന്തോഷം എന്താണോ ആ ഒരു രീതിയാണ് ആ കണ്ടന്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ അത് നല്ലപോലെ റീച്ച് ഉണ്ട്. അപ്പൊ ആ കമന്റിൽ വരുന്ന ചോദ്യങ്ങൾ കമന്റ് കണ്ടു കഴിഞ്ഞാല് നമ്മൾ പെറ്റതള്ള പോലെ സഹിക്കൂല. അതേപോലെയാണ് ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ അടിയിൽ വന്നിട്ട്, നിനക്ക് കൂലിപ്പണിക്ക് പോയിക്കൂടെ, തൂമ്പയെടുത്ത് കളിക്കാൻ പോയിക്കൂടെ, നിനക്കല്ലെങ്കിൽ റോഡിൽ പോയി നിന്നൂടെ, അത് എന്റെ ഇഷ്ടമാണ്. ഞാൻ എവിടെ നിൽക്കണം, എന്ത് വിടണം, എന്ത് ഇടണ്ട എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആരോടും പറയുന്നില്ല, ചേട്ടാ ചേച്ചി എന്നെ ഇന്റർവ്യൂവിന് നിങ്ങൾ വിളിക്കണു, നിങ്ങളുടെ ഇന്റർവ്യൂവിൽ ഞാൻ എന്താ പറയാനുള്ളത്? ഒറ്റ ഡയലോഗ് പറയാൻ പറഞ്ഞാലും ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തിനത് നോക്കാൻ നിൽക്കണം. ഈ കമന്റ് ഇടുന്നവര്, ഇപ്പൊ എന്റെ കമന്റ്, ഞാൻ നല്ലൊരു വാക്ക് പറയാം, ചേട്ടാ എന്തിനാണ് ഇത് ഇടണേ, ചേട്ടന്റെ നെറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ റീചാർജ് ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ കേക്ക്, ദൈവഭക്തി ഗാനങ്ങൾ കേക്ക്. ഈ ഭക്തി ഗാനങ്ങൾ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ചേട്ടൻ തിരിച്ച് പിറ്റേ ദിവസവും ഇത് തന്നെയാണ്. അപ്പൊ എനിക്ക് ഈ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, എന്നെ സംബന്ധിച്ച് അത് ബാധകമല്ല. പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനൊട്ട് കേട്ടോണ്ടിരിക്കും. അത് നോക്കാൻ ഞാൻ പോയിട്ട് വേണ്ട, എനിക്ക് സങ്കടം വരത്തുള്ളൂ. ഞാൻ ആരുടെ ഇന്റർവ്യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അടിയിലോട്ട് പോയിട്ട് കമന്റ് എന്താണെന്ന് ഞാൻ നോക്കാറില്ല. ഇപ്പൊ എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാവുന്നവരുടെ കുറച്ച് നോട്ടിഫിക്കേഷൻ വരും. കാരണം മറ്റേ ഫോളോവർ ആയി വരുന്നവരുടെ, എന്റെ ഫ്രണ്ട് ആണെങ്കിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വരും, ഇന്ന ആൾ ഇന്നത്. ഇഷ്ടപ്പെടാത്ത കമന്റ് ആണെങ്കിൽ ഞാനത് അവിടെ ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വിടും. കാരണം വെറുതെ എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ. ആ ചേട്ടനെ ഞാൻ തെറി വിളിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെയും വീണ്ടും ഈ ചേട്ടൻ ഇത് തന്നെ തുടങ്ങും. അതല്ലെങ്കിൽ ആ ചേട്ടനെ ഞാൻ പള്ളു പറയുമ്പോഴത്തേക്ക് ആ ചേട്ടൻ വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും വരും. നമുക്ക് സമാധാനം എന്ന് പറയുന്നത്, നമ്മളിത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. ഇതിനെ ചൊല്ലി വീണ്ടും വീണ്ടും നമ്മുടെ ഉറക്കം കളഞ്ഞ് രാവിലെ സൈബർ സെല്ലിൽ പോണോ അല്ലെങ്കിൽ വേറെ പ്രശ്നത്തിന് പോണോ, ഇതെന്തിനാ നമ്മൾ ചിന്തിക്കുന്നത്? നമുക്കിതൊന്നും വേണ്ട, നേരെ പോ. നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ ഇൻസ്റ്റഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും കമന്റ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും മോശമായിട്ട് വന്നൊരു കമന്റ് ഓർമ്മയിലുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വെടി, പേശി എന്നൊക്കെ ഇഷ്ടംപോലെ നമുക്ക് പച്ച രീതിയിൽ വന്നിട്ട് തെറി വിളിക്കുന്നവരുണ്ട്. അപ്പൊ ആ ഊടിയുടെ അങ്ങോട്ടൊക്കെ വിളിക്ക് തുടങ്ങും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കേട്ട് കരഞ്ഞ സമയങ്ങളുണ്ട്. ഇതിനെ ചൊല്ലി ഇപ്പൊ ഞാൻ എനിക്ക് കരയണമെന്നോ അല്ലെങ്കിൽ ഇത് നോക്കിക്കൊണ്ട് എനിക്ക് എന്റെ പോസ്റ്റിന്റെ അടിയിൽ എന്നെ കമന്റ് വന്നു, ഇതൊന്നും ഞാൻ നോക്കാറില്ല. അവരവിടെ പറഞ്ഞോണ്ടേയിരിക്കും, ഞാനോട്ട് കേട്ടോണ്ടേയിരിക്കും. ഈ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോട്ടോഷൂട്ട്, അതായത് ബോഡി ആർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ
നമ്മള് ഈ ബോഡി പാർട്സിനെ വെച്ച് പോലും കമന്റ് മോശമായ കഴിഞ്ഞ ദിവസം രീതിയിൽ ട്വിറ്ററിൽ വരാറുണ്ട്. എക്സിൽ കിടപ്പുണ്ട്, എന്തോരം ഇട്ടിട്ടുണ്ട്. ഞാൻ ഉം. ചോദിക്കുന്നത്, നമുക്ക് ദൈവം ഇത്രയെങ്കിലും ഭംഗി തന്നിട്ടുണ്ടോ ഉം. എന്ന് പറയാം. ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ഉം. പക്ഷെ നമ്മൾ ചിലപ്പം ചിലരുടെ നമ്മുടെ ഒരു റീലിൽ കൂടിയായിരിക്കും അവർ ആ സന്തോഷം കണ്ടെത്തുന്നതെന്ന് പറയാം. പിന്നെ ഉം. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഗൗരി ഭാര്യയും ഭർത്താവും അവർ കമന്റ്സ് ഇങ്ങനെ അയക്കുമ്പോൾ പറയിട്ടുണ്ട്. കമന്റ്സ് മീൻസ് മെസ്സേജ്. ഉം. ഗൗരി, ഞങ്ങൾ രാത്രിയിൽ നിന്റെ റീല് കാണാറുണ്ട്, ഭാര്യയും അടുപ്പിച്ചിരുന്നിട്ട് കാണാറുണ്ട്. ഉം. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്റെ ബിക്കിനി അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവർ ആ കമന്റ് അതെ. എനിക്ക് അയച്ചത്, മെസ്സേജ് അയച്ചു, ഉം. എടി എന്റെ ഭാര്യയും ഈ റീല് കാണാറുണ്ട്. ഉം. അപ്പൊ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അതങ്ങനെ ചെയ്യൂ? അവർക്ക് ഓരോ മനുഷ്യർക്കും ഓരോരുത്തരുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ഉം. അവർക്ക് കാണേണ്ടവര് കാണും, ഉം. ചിലര് സന്തോഷിക്കേണ്ടവര് സന്തോഷിക്കും, ഉം. അല്ലാത്തവര് അത് കാണാതെ അങ്ങ് പോവുക. ഉം. അല്ലാതെ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക. കാരണം ഉം. അവർക്ക് വേറെ കാണണ്ടായെങ്കിൽ അവർക്ക് അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഉം. അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനെ നമ്മൾ ചൊല്ലിയിട്ട് രാവിലെ ചേട്ടാ ചേച്ചി എന്റെ റീല് കാണരുത്, ഫേസ്ബുക്ക് തുറന്നാലേ ഉം. എന്താ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുങ്ങളുടെ അപരാധം കാണാനാണോ ഡെയിലി ഞങ്ങൾ റീചാർജ് ഒരു മാസത്തേക്കല്ല ഈ ചേട്ടനും ചേച്ചിമാരും ഒക്കെ റീചാർജ് ചെയ്യുന്നതാണോ? ഒരു 99 489 അങ്ങനെ കണ്ട് റീചാർജ് ചെയ്യും. ആ റീചാർജ് ചെയ്തിട്ട് ഞങ്ങളുടെ ഇത് കാണാൻ ഞങ്ങൾ പറയുന്നില്ല. ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കാണുകയും ചെയ്യും, കുറ്റം പറയുകയും കുറ്റം ചെയ്യും. അതെ. ഈ ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈൻഡ് ഓഫ് ഫോട്ടോഷൂട്ട് ഒക്കെ എങ്ങനെയാണ്? അത് നമ്മുടെ വരുമ്പം കണ്ടാൽ പോരായോ? എന്നാലൊരു ഐഡിയ നമ്മളൊരു ഒരുപാട് നല്ല പ്രേക്ഷകർക്ക്. കുറെ കണ്ടന്റുകൾ ഉണ്ട്. ഉം. നമ്മുടെ ഫോറിൻ രീതിയിൽ നോക്കുന്നതെന്ന് പറയുന്നത് ഉം. പുതിയത് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ വരും. ഈ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഡെയിലി കട്ട്ലേറ്റ് ഡെയിലി മനുഷ്യരെ ഞെട്ടിപ്പിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ജോലി എന്ന് പറയുന്നത്. ഞെട്ടണം. ഉം. നമ്മുടെ ഓരോ കണ്ടന്റുകൾ കണ്ടിട്ട് ഞെട്ടി 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 പോകട്ടെ. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അതെ. അടുത്ത ജന്മത്തിൽ ഞാൻ ഇനി എന്തായിട്ട് വരും എന്നുള്ളത് എനിക്കറിയില്ല. ലാലേട്ടൻ പറയുന്ന പോലെ ലൈഫ് മാക്സിമം ഞാൻ ആസ്വദിക്കാനുള്ളതാണ്. ആസ്വദിച്ചാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇഷ്ടപ്പെട്ട രീതി, പിന്നെ ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഉം. പക്ഷെ ഞാൻ പറഞ്ഞു, നമുക്ക് ലിമിറ്റ് ഉണ്ട് ട്രാവൽ ചെയ്യുന്നതിന്. അതുകൊണ്ട് ഒരുപാടൊന്നും രാവിലെ പോയാൽ വൈകിട്ട് വരും, ആ ഒരു ഉം. രീതിയിൽ. എവിടെ ഏറ്റവും പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലം എവിടെയാ? അത് അഹങ്കാരമായി മാറും. ഇല്ല ഇല്ല. യൂറോപ്യൻ കൺട്രിയാണ്. ആ. കാരണം അത് ഫോട്ടോസിലും മറ്റുള്ള ഇതിലൊക്കെ കണ്ട് അങ്ങോട്ടൊരു പോകണമെന്നുണ്ട്. നെക്സ്റ്റ് അവിടെ പോയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അവിടെ ആവുമ്പോ ഈ ബിക്കിനി ഇട്ടാൽ അവിടെ ആരും പറയില്ല ഒന്നും. അതെ. നമ്മുടെ അൽഗോരിതം നമുക്ക് റിപ്പോർട്ട് തരില്ല, ഒന്നും ചെയ്യില്ല. നൂഡ് വേണേലും ഇതിലേക്കൂടെ ചേച്ചിമാരൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉം. ഒരു ഓവർകോട്ട് ഇട്ടുണ്ട്, ഒരു ഓവർകോട്ട് ഊരി കളയും, ഷൂട്ട് ചെയ്യും. ഉം. അതങ്ങനെയാണ്. അവിടെ ആരും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വേഴാമ്പൽ പോലെ നിൽക്കില്ല. നമ്മുടെ ഇവിടാണ് ഇപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലെ ഇതെന്ന് പറഞ്ഞാൽ 100-ല് ഒരു 10-15 പേരൊക്കെ അങ്ങനെ നിക്കത്തുള്ളൂ. അല്ല, ഇപ്പൊ എല്ലാവർക്കും അറിയാം ഉം. ഇന്നതെന്നുള്ളത്. അല്ലാതെ ഇന്നടത്ത് പോയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ അടി മേടിച്ചോണ്ട് അപ്പം പോവത്തേ ഉള്ളൂ. ആർക്കെങ്കിലും ഇങ്ങനെ അടി കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനോടും ഒന്നിനും ചേട്ടാ എന്താ ചേട്ടാ ഈ നോക്കി നിൽക്കുന്ന ഇങ്ങനെയുള്ള ഒരു ചോദ്യം അല്ലാതെ ഉം. ചേട്ടന്മാരെ അടിക്കാൻ അത് നമ്മള് ഇച്ചിരി തലമുറ നെണ്ണ തേക്കുക എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നമ്മള് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യുമ്പോ ഫിലിംസിന് ഓഫർ ഒക്കെ വന്നിട്ടുണ്ടോ പുതുതായിട്ട്? പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല, നേരത്തെയൊക്കെ വന്നിട്ടുള്ളതേ ഉള്ളൂ. അതിലൊക്കെ ഉം. ചെയ്തതേ ഉള്ളൂ. ഇപ്പം അങ്ങനെ താല്പര്യമൊന്നും ഇല്ല. എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു ടോട്ടൽ? 10-12 മൂവി. എല്ലാം മലയാളം തന്നെയാണോ? ഒരു തമിഴില്, ഒന്ന് ആ. തമിഴ്, ബാക്കിയെല്ലാം മലയാളം. തമിഴ് ഒരുപാട് മുന്നേ ആണോ അതോ എങ്ങനെയാ? നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത്, കോവിഡ് സമയത്ത്. ഉം. ആരെങ്കിലും ഇങ്ങനെ ഫിലിം സ്റ്റാർ ആണ് എന്ന രീതിയിൽ അറിയപ്പെട്ടിട്ടുണ്ട്? ഈ മോഡലിംഗ് അല്ലാണ്ട് നിങ്ങൾ ആ സിനിമയിൽ അഭിനയിച്ച ചേച്ചിയല്ലേ, ആ രീതിയിൽ അറിയപ്പെട്ടിട്ടുണ്ടോ? സവാരി എന്ന് പറയുന്ന മൂവിയിൽ ചെയ്തപ്പം ഉം. ആൾക്കാര് കണ്ടിട്ട് ഇന്നതാണ് ഉം. ഇന്നതാണെന്നും പറഞ്ഞു. ഇപ്പോഴാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ ഇച്ചിരി ഗ്ലാമർ ഒക്കെ കൂടിയെന്ന് പറഞ്ഞിട്ട് അന്ന് കാക്ക വെള്ളം കുടിക്കില്ല. ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഉം. അതിന്റെ കണ്ടന്റില് ആൾക്കാർക്ക് കണ്ടിട്ട് തിരിച്ചറിയുമായിരുന്നു. കാരണം ഹെയർ സ്റ്റൈലൊക്കെ ഹെയർ ഉണ്ടായിരുന്നു ഉം. അന്നത്തെ സമയം. ഈ ഒന്നാമത് ഈ ബോൾഡ് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ സൊസൈറ്റി അമ്മാവന്മാരെന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ. എന്തിനാ പാവങ്ങൾ അമ്മാവന്മാരും അപ്പച്ചന്മാരും എല്ലാരും എന്റെ ഫാൻസ്. അവരെ ഞാൻ ഒന്നും ആക്ഷേപിക്കില്ല. അവരുണ്ടെങ്കിലാണ് എനിക്ക് മുൻപോട്ടൊരു എനർജി എന്ന് പറയുന്നത്. അവരൊരിക്കലും ഞാൻ ഈ ആക്ഷേപിക്കില്ല. ഗൗരിയുടെ ഫാൻസിൽ ഏറ്റവും കൂടുതൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളാ? മനുഷ്യരുണ്ട്, എല്ലാ മനുഷ്യരും എല്ലാരും ഉണ്ട്. ചേച്ചിമാരും ഉണ്ട്, ചേട്ടന്മാരും ഉണ്ട്, അപ്പച്ചന്മാരുണ്ട്, എല്ലാരും ഉണ്ട്. ഞാൻ ആരെയും ഇതായിട്ട് പറഞ്ഞിട്ടില്ല. എല്ലാവരും എനിക്ക് അവരുടെ കമന്റ്സുകൾ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. അവര് വന്നിട്ട് ഒരു ലവ്, ഒരു എംബ്ലം ഇട്ടിട്ട് ആ ഒരു സിമ്പിൾ ഇട്ട് പോകുമ്പോഴത്തേക്ക് നല്ലൊരു ഇതാണ്. അല്ലാതെ മറ്റേ ഹിന്ദിക്കാരാണ് എന്നെ വന്നിട്ട് കൂടുതലും തെറി പറയുന്നത്. മനസ്സിലാവാറുണ്ടോ ഹിന്ദി? ഞാൻ വായിക്കാറ് പോലും ഇല്ല. ഞാനപ്പോ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, ഹിന്ദി അറിയില്ല ചേട്ടാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് ഇങ്ങനെ ഒരു സ്മൈലി ഇട്ട്, കണ്ണ് തള്ളിക്കുന്ന ഒരു സ്മൈലി ഇട്ടു. അല്ലാതെ ഞാൻ ആരുടെയും കമന്റുകൾക്ക് അങ്ങനെ അത്യാവശ്യമുള്ള ഒരു കുറച്ച് പേർക്ക് മാത്രം ഫസ്റ്റ് റീൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ ഒരു 15-20 ഒക്കെ ലൈക്ക് കമന്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിന് മാത്രം കൊടുത്ത് അവിടെ നിർത്തും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ
ഈ സൊസൈറ്റി അമ്മാവന്മാർ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും ഞാൻ ആ വേർഡ് യൂസ് ചെയ്യുന്നു. അപ്പൊ കൂടുതൽ ആളുകൾ ഇങ്ങനെ വിചാരിക്കുന്ന ഈ ബോൾഡ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ആളുകളെ ഇവരെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഇവര് നമ്മൾ എന്ത് പറഞ്ഞാലും അത് ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. അതിനോട് എന്താ തോന്നുന്ന അഭിപ്രായം? എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, പറഞ്ഞതാണെങ്കിൽ നമുക്ക് പറയാമെന്ന് പറയാം. ഇപ്പൊ അമ്മാവന്മാരാണെങ്കിലും നല്ല സുഹൃത്തുക്കളാണ്. രാവിലെ ഗുഡ് മോർണിംഗ് ഗൗരി, എവിടെയാണ്, എന്തുണ്ട് വിശേഷം, ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ ഇന്ന് വർക്ക് ഉണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ്. അല്ലാതെ മോശമായിട്ടൊന്നും അവരൊന്നും ആരും ഇപ്പൊ ഈ ഒരു ഏജ് അല്ലാത്തവരും എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ചിലര് പറഞ്ഞു വന്നാൽ എന്തെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഫേക്കിലോ അല്ലെങ്കിൽ വേറെ ഒരു ഇതിലോ വന്നിട്ട് എന്തെങ്കിലും കിടന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ സോഷ്യൽ മീഡിയയിൽ എന്റെ ഒരു ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ വന്നിട്ട് അങ്ങനെ ഒരു ഇതില്ല. അല്ലാതെ ചൊറിയുന്ന കുറച്ച് പേരേ ഉള്ളൂ. അത് ഫേക്ക് അക്കൗണ്ടുകൾ, അത് നോക്കിയിരുന്നിട്ട് വരുന്നവരാണ്. നേരത്തെ ഒരു ക്യാരക്ടറിന്റെ പേര് പറഞ്ഞിരുന്നല്ലോ, അടുക്കളക്കാരി ജാനു. ഇപ്പൊ എങ്കിലും ആരെങ്കിലും ആ പേരില് വിളിക്കാറുണ്ടോ? ഇല്ല. ഒരു തമാശയായിട്ടോ ഡബിൾ മീനിങ് ആയിട്ടോ? അത് ഞാൻ പോയിട്ട് ഉമ്മർ ലുലുവിന്റെ പോസ്റ്റിൽ പോയിട്ട് അടുക്കളക്കാരി ജാനുവിന്റെ ഒരു വേഷം എനിക്ക് തരുമോ എന്ന് ഞാനാണ് പറയുന്നത്. ആ എന്തായിരുന്നു കഥ? ഒന്ന് ഫുൾ ആയിട്ട് പുള്ളിയുടെ ഒരു സിനിമയുടെ എന്തോ ഒരു പോസ്റ്റർ ഇറക്കി. അപ്പൊ അതിന്റെ അകത്ത് എല്ലാരും വന്ന് പുള്ളിനെ ട്രോളുന്നു. അപ്പൊ എന്റെ ഒരു മീൻ വെട്ടുന്നല്ല, ഒരു വെട്ടുകത്തിയും പിടിച്ചിട്ട് ഞാൻ ഇരിക്കുന്ന കാലയിലൊക്കെ നല്ല ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെന്ന ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹെന്നയുടെ ഇത് നോക്കിയിട്ട് ഞാനായിട്ട് പറഞ്ഞു, ചേട്ടാ ഉമ്മർ ലുലുവിന്റെ ആണോ വേറൊരാൾ ഇട്ട പോസ്റ്റിലാണ് ആ കമന്റ് വരുന്നത്, ചേട്ടാ അടുക്കളക്കാരി ജാനുവിന് ഒരു വേഷം എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. ഈ അടുക്കളക്കാരി ജാനുവിന്റെ വേഷം തരുമോ എന്ന് ചോദിച്ചിട്ട് ചറപറ ഈ കമന്റ് ലൈക്ക് ചെയ്യാണ്. കാരണം നമ്മുടെ പ്രൊഫൈൽ പിക്ചറും ഇതാണ്, ഈ വാളൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അടുത്തത് ഇത് കൊണ്ടുപോയിട്ടിട്ടുള്ള സലീം കുമാറിന്റെ മുഖവും വെച്ചിട്ട് എന്തോ വലിയ ഇതാക്കി വെച്ചു. പിന്നെ കൊരങ്ങിന്റെ മുഖം കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ ആ ഒരു കമന്റ്സ് ഫുൾ ഇതാണ് വരുന്നത്. ഈ കൊരങ്ങിന്റെ മുഖം, മുണ്ടും ബ്ലൗസും, സലീം കുമാർ സാറിന്റെ ഫേസ്, പിന്നെ ഇന്ദ്രൻ ചേട്ടന്റെ ഫേസ് കൊണ്ടുവന്ന് മുഖത്ത് വെച്ചു. അങ്ങനെ കുറെ കോപ്രായങ്ങൾ കാണിച്ചിട്ട്, കോപ്രായം മീൻസ് അവരൊക്കെ നല്ല നടന്മാരാണ്, അവരെ മോശമല്ല ഞാൻ പറഞ്ഞു, എന്റെ പിക്ചർ കൊണ്ടുപോയിട്ട് കളിയാക്കാൻ വേണ്ടിട്ട് ട്രോൾ ഉണ്ടാക്കി. ഈ ട്രോൾ ഉണ്ടാക്കി ആ ഒരു കമന്റിൽ കുറെ ലൈക്സ് കയറിപ്പോയി. ഇതൊക്കെ എവിടൊക്കെയോ ട്രോൾ ആയിട്ട് വന്നു. ഈ പിന്നെ പുള്ളിക്ക് ഇന്ദ്രൻ ചേട്ടന്റെ പിന്നീട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞു കോണ്ടാക്ട് അല്ല, നമുക്ക് കമന്റ് ആണ് നമ്മളത്. അതൊക്കെ ഏത് പോസ്റ്റിലാണെന്ന് പോലും ഇപ്പൊ എത്രയോ കൊല്ലമായി. ആ കമന്റ് കിടന്നിട്ട് എന്റെ ഫോട്ടോയും ഈ സെലിബ്രിറ്റീസിന്റെ ഫേസും വെച്ചിട്ട് ട്രോളിയപ്പോഴത്തേക്ക് ഞാൻ തന്നെ എന്റെ ഫേസ്ബുക്കിൽ ഇത് കൊണ്ടുവന്ന് അങ്ങ് പോസ്റ്റ് ചെയ്തു. നമ്മളിത് പറഞ്ഞ അതാണ് ഈ അടുക്കളക്കാരി ജാനുവിന്റെ ആ വേഷം കിട്ടുമോ എന്ന് ചോദിച്ചതെന്ന് പറയണം. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ എന്ത് റോള് ചെയ്യാനാണ് ആഗ്രഹം? അടുക്കളക്കാരി ജാനു, മീൻ വെട്ടുന്ന റോള്, മീൻ കൊണ്ടുപോകുന്ന റോള്, ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് എനിക്ക് ചെയ്യും. കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. ഒരു നായിക പ്രാധാന്യമുള്ള നായികയൊന്നും വേണ്ട, അമ്മയായാലും അമ്മൂമ്മയായാലും ഞാൻ ചെയ്യുന്ന അത്രയൊന്നും ആഗ്രഹം. സിനിമയിൽ അഭിനയിക്കാൻ എന്ന് പറഞ്ഞത് നമുക്ക് ഈ നോട്ടക്കൂലി അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നിട്ട് എനിക്ക് താല്പര്യമില്ല. നല്ലൊരു കഥാപാത്രം കിട്ടി, നല്ലൊരു വേഷം, ഇപ്പൊ ഒരു 2 മിനിറ്റ് ദൈർഘ്യമുള്ളതാണെങ്കിലും അത് ആ ഒരു കഥാപാത്രം നല്ലതാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ കണ്ട് ഡയറക്ടേഴ്സ് ഒക്കെ വിളിക്കാൻ എവിടെ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മളിപ്പോ എന്റെ ഇഷ്ടങ്ങൾ ചോദിച്ചപ്പോ ഞാൻ ഇഷ്ടങ്ങൾ പറഞ്ഞതാണ്. കിട്ടിയാൽ, പക്ഷെ സിനിമയിൽ അഭിനയിച്ച ഒരാളല്ലേ, അപ്പൊ നമുക്ക് കിട്ടിയാൽ നല്ലത്. കാരണം അതിൽ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇത് ഇവളെ ഏത് ഫേസ് എവിടെ കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കും. ഈ ഫേസേ അല്ല അതില്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഇവിടൊക്കെ വലിയ സിന്ദൂരം ഒക്കെ ഇട്ട് പിന്നെ എണ്ണയൊക്കെ തേച്ചിട്ടിരിക്കുന്ന ആ ഒരു ഇതിലാണ് സിനിമകളിൽ വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. പിന്നെ ഒരു നായികയുടെ കൂട്ടുകാരത്തിയായിട്ടാണ് ഒരു മൂവിയിൽ വന്നത്. പിന്നെ എല്ലാം ഫ്രീക്കന്മാരുടെ കൂടെ ഫ്രീക്കത്തികളായിട്ട് അതിൻ്റെ അകത്ത് പിള്ളേർ സെറ്റാക്കി ആയിട്ട് അതൊക്കെ ഒരു സമയം. ഇപ്പം ഞാൻ ഈ ഒരു മേഖലയിൽ വന്നിട്ട് 10-12 വർഷത്തോളം ആകുന്നു. അപ്പൊ ആ ഒരു 4-5 കൊല്ലത്തിന് മുൻപോട്ട്, അപ്പൊ ഇപ്പൊ 4-5 കൊല്ലം കൊണ്ടാണ് ഈ ഒരു ഇതിലില്ലാത്ത മോഡലിംഗ് തന്നെ പോകുന്നതെന്ന് പറയുന്നത്. ആ ഒരു സമയം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഞാനും അന്നത്തെ ഞാനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പം ഫേസിന്റെ പല്ല് ക്ലിപ്പൊക്കെ ഇട്ട് താത്തിട്ടുണ്ടായിരുന്നു, നേരത്തെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മറ്റേ പാവം പിടിച്ച ആ ഒരു മൃഗത്തിന്റെ ആ എന്താ പറയില്ല, അത് സീബ്ര അല്ലല്ലോ, ഏതോ ഒരെണ്ണുണ്ടല്ലോ, ഒട്ടകവും അല്ലല്ലോ, എന്തോ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ തല നീണ്ടിരിക്കണേ, ജിറാഫ് അല്ല, കഴുതയുടെ വാ പോലും കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് എന്നെ കോമാളിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കൊരങ്ങന്റെ
ഫേസ് കൊണ്ടുവന്ന് വെച്ചിട്ടും കളിയാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇത് ട്രോളുകൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ ഒരു മാറ്റങ്ങൾ വരണമല്ലോ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഞാൻ പല്ലിന് കമ്പി ഇട്ടു. പല്ലിന് കമ്പി എന്ന് പറഞ്ഞാൽ വലിയ വൾഗർ അല്ല, ഫേസിൽ ഇച്ചിരി പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഇപ്പോഴാണെങ്കിലും ഇനിയിപ്പം ഈ ഇത് ഇറങ്ങി കഴിയുമ്പോൾ, നമ്മുടെ ഇന്റർവ്യൂ ഇറങ്ങി കഴിയുമ്പോൾ പറയും ഇവള് ഇല്ലാതായിരുന്നു, അല്ലെങ്കിൽ ഇവളെ കാണാൻ എന്തിനു കൊള്ളാം, ഇവിടെ മോന്ത കണ്ടില്ലേ. അതിന്റെ ഇടയിൽ കുരങ്ങുകൾ വരും, ഒത്തിരി കുരങ്ങുകളുടെ സിമ്പിള് വരും. ഏതെങ്കിലും ഒരു സിനിമാ നടിനെ പോലെ ഇരിക്കുന്നുണ്ട് കാണാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മധുരനാരങ്ങയിലെ രതീഷ് ഏട്ടന്റെ മകളെ പോലെ ആയിരുന്നു അന്ന് ഇരുന്നതെന്ന് പറയണേ. ആ പിക്ചർ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതിന്റെ അകത്ത് പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ മുടി ഇപ്പോഴും അതുപോലെ ഒരു റിസംബ്ലൻസ് പറഞ്ഞപ്പോ എനിക്ക് തോന്നി. ആണോ? ആ ഒരു കണ്ണും ഇത് അങ്ങനെയല്ല. ഇതിന്റെ അകത്ത് പൂച്ചക്കണ്ണ് ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് സ്പെക്സ് ഇല്ല. അന്ന് നമ്മൾ സ്പെക്സിന് പകരമായിട്ട് ലെൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ പുള്ളിക്കാരത്തിയുടെ ആ സെയിം ലെൻസ് ആയിരുന്നു നമ്മുടെ ഇതില്. പിന്നെ മധുരനാരങ്ങ മൂവി ആ സമയം ഇറങ്ങുമ്പോൾ സെയിം ക്ലിപ്പ്, അതേ കൊച്ചിന്റെ മുഖത്തെ പിമ്പിൾസ് സെയിം ആയിരുന്നു. അപ്പം അത് വെച്ചിട്ട് എല്ലാരും മധുരനാരങ്ങയിലെ രതീഷിന്റെ മകളാണ്, ആ ചായയാണ് ഇതാണെന്നും പറഞ്ഞിട്ട് ആൾക്കാർ ശരിക്കും ഉണ്ട്. എന്റെ ചാനലില് ഈ ഇന്റർവ്യൂസ് കാണുന്നവർ എന്നെ ഒന്ന് സെലിബ്രിറ്റി ആക്കൂ. വേറെ ആരെങ്കിലും പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? വേറെ ഏതോ ഒരു നടീനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്ര സമയം തോന്നുന്നില്ല. വാണി വിശ്വനാഥനെ പോലെയൊക്കെ ഉണ്ടെന്ന് എന്റെ പൊന്നോ, ബോൾഡ് ആയിരിക്കുന്നോണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. ആ പുള്ളിക്കാരത്തെ കാണരുത്, അല്ലെങ്കിൽ അവരുടെ ഫാൻസ് കാണരുത്. ഇപ്പോ ഗൗരി സിജി മാത്യു ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ? സമാധാനം അനുഭവിക്കുന്നുണ്ടോ? സന്തോഷം, സുഖകരം, നല്ലതായിട്ട് പോകുന്നു. ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോ ബോൾഡ് ഫോട്ടോഷൂട്ടും ഈ ബിക്കിനി ഫോട്ടോഷൂട്ടും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. പക്ഷെ അവർക്കിത് എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നറിയാത്ത ആളുകളുണ്ടാവും. ചേച്ചി ഇപ്പൊ 10-12 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഉണ്ട് എന്ന് പറയുന്നു. ഒരുപാട് പേര് ഈ പെൺകുട്ടികളെ അവസരം തരാന്നൊക്കെ പറഞ്ഞിട്ട് ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ ഇവര് മനസ്സും അടുത്ത് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ലൈഫിൽ ഒതുങ്ങി പോകുന്ന ആളുകളുണ്ട്. ചേച്ചിക്ക് അവരുടെ അടുത്ത് കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊഫഷനിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഇതുപോലെ കുഴിയിൽ വന്ന് ചാടരുത്. കാരണം നമുക്ക് വർക്ക് തരാം എന്നും പറഞ്ഞ ആൾക്കാർ ഇഷ്ടം പോലെ നമ്മുടെ എറണാകുളത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ പിള്ളേരെ കൊണ്ടുപോകും, ദുരുപയോഗങ്ങൾ ചെയ്യുന്നുണ്ട്. ലാസ്റ്റിൽ കരഞ്ഞു വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസത്തേക്ക് നമ്മളെ ഏറ്റെടുക്കും, പിന്നെ നമ്മുടെ ലൈഫാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ അപ്പനും അമ്മയുമായിട്ട് നമ്മൾ ഒരു സിനിമയിൽ അഭിനയിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഇവരുമായിട്ട് പോകുക. നല്ലതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലതിന് കൈ കൊടുക്കുക. അല്ലാതെ ഒരു ഫോട്ടോഗ്രാഫർ വിളിച്ചു എന്നും പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അത് ജെന്യൂൻ ആണോ എന്ന് അന്വേഷിച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസ് തപ്പിപ്പിടിക്കുക. എന്നിട്ട് നമ്മൾ പോയിട്ട് അച്ഛനും അമ്മയുമായിട്ട് പോവുക. ഇപ്പൊ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് വേണമെന്ന് തോന്നിയാൽ മാത്രം നമ്മൾ അതിൽ ചാടുക എന്ന് പറയണേ. ഇപ്പൊ അച്ഛനും അമ്മയും പറയും മോളെ അഭിനയിച്ചോളാൻ പറയും. പക്ഷെ പുറകിൽ വരുന്ന വരുമ്പരായികൾ നമ്മളാണ് കാണണേന്ന് പറയണത്. അതുകൊണ്ട് അങ്ങനെ പോയി തലവെച്ച് കൊടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ 1-ലോ 2-ലോ പഠിക്കുന്ന കുട്ടികളെല്ലാം നമുക്ക് പ്രായപൂർത്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായ ഇപ്പൊ എന്ത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും എഗ്രിമെന്റ് ഉണ്ട്. നമ്മൾ ആ എഗ്രിമെന്റ് മുഖേന മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും വരില്ല. അല്ലാതെ ഫോട്ടോഗ്രാഫർ വന്ന് മോളെ നിനക്ക് ഞാൻ കുറച്ച് കണ്ടന്റ് തരാം, ഒരു ബിരിയാണി മേടിച്ചൊരു 500 രൂപയും തരാം എന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ല. കാരണം എന്റെ കാര്യമാണ് പറയണത്. കാരണം നമുക്ക് നമ്മുടേതായ ഒരു വിലയുണ്ട്, ഒരു മൂല്യമുണ്ട്. ഇതിനെ വെറുതെ കൊണ്ടുപോയി കളഞ്ഞിട്ട് ഒരു റൂമിലോട്ട് പോയി ചേട്ടൻ പറയുന്നു വാ മോളെ നമുക്ക് ഷൂട്ട് ചെയ്യാം, റൂമിൽ പോയി ബിക്കിനി ചെയ്യാം, അല്ലെങ്കിൽ ആ ചേട്ടനും ആ കൊച്ചുമേ കാണത്തുള്ളൂ. അങ്ങനെ കുറെ കണ്ടന്റ് എടുത്തിട്ട് ആർക്കാണ് പുണ്യം? ഒരു പുണ്യവും ഇല്ല. അതുകൊണ്ട് നല്ലതെന്ന് നോക്കിയിട്ട് അതിലെടുത്ത് ചാടുക. അല്ലാതെ അവസരം തരാം അല്ലെങ്കിൽ ഇന്നടത്ത് കാസ്റ്റിംഗ് കോൾ ഇട്ടു അതിട്ട് അതിനൊന്നും പോയി ചാടാതിരിക്കുക. നേരെ പോകുന്നതിന് പോവുക. ചേച്ചി ആദ്യം പ്രൊഫഷനിൽ വന്ന സമയത്തെ ഇതുപോലത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഒരുപാട് നമുക്ക് ഓരോരുത്തർ ഓഫറുകൾ വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട്. കാരണം ആദ്യ സമയത്തൊന്നല്ല നമുക്ക് ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഒരു മുള്ളു കൊണ്ടാൽ നമ്മൾ വീണു പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ നമുക്ക് ആ ഒരു അത് വേണ്ട. എനിക്ക് ഞാനായിട്ട് പോകണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. കാരണം നാളെ നമ്മൾ മറ്റൊരിടത്ത് നമുക്കിത് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളൂ ഇത് അനുഭവിക്കാനുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർ കാണില്ല. പക്ഷെ ഞാനിത് എവിടെങ്കിലും ചെന്നു അല്ലെ ചേട്ടൻ പറയാം റൂമിലോട്ട് വാന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും കൂടെ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിച്ചോണ്ട് പോകും. അങ്ങനെ പോയിട്ടേ ഉള്ളൂ. അല്ലാതെ തന്നെ പോയിട്ട് ഒരിടത്തും
ചാടിയിട്ടില്ല. കാരണം ഞാൻ നിൽക്കുന്നിടത്തു, ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നിടത്ത് ചേച്ചിയെ വിളിച്ചുകൊണ്ട് ചേച്ചി വാ നമുക്ക് പോയിട്ട് അത് നോക്കാം, നല്ലതാണോ എന്ന് നോക്കാം എന്നും പറഞ്ഞിട്ടേ ഞാൻ പോയിട്ടുള്ളൂ. അല്ലാതെ ഈ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വരാൻ ചേട്ടാ എന്നും പറഞ്ഞിട്ട് ആരും ഇല്ലാതെ ഞാൻ പോകില്ല. കാരണം മറ്റൊരാളെ ആക്ഷേപിക്കുന്നതല്ല, അതിൽ പോയിട്ട് ആപത്തിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണത്. നമുക്ക് നല്ലതും ഉണ്ട്, നമ്മുടെ സമൂഹത്തിൽ ചീത്തയുമുണ്ട്. ഇത് തിരിച്ചറിയാനുള്ള നമുക്ക് വിവേക ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇതിലേക്ക് പോകുക എന്നുള്ളൂ. അല്ലാതെ ഒരാൾ വിളിച്ച ഉടനെ അവസരം തരാമെന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു ചാടിയിട്ട് വീട്ടുകാരോട് അനുവാദം മേടിക്കാതെ പോയിട്ട് ലാസ്റ്റ് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കുറച്ചു ദിവസം നമ്മളെ സോഷ്യൽ മീഡിയയിൽ അയ്യോ ആ കൊച്ചിന് അത് സംഭവിച്ചു, അവന്റെ പേരിൽ കേസ് എടുക്കുന്നു പറയും. പക്ഷെ രണ്ടുപേരും അവിടെ ഒന്ന് വിളിച്ച് സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കേൾക്കും. പക്ഷെ ഈ സൗണ്ട് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഒത്തൊരുമയിൽ അങ്ങ് നിൽക്കും. അവസരം മോൾക്ക് പിന്നെയും തരാമെന്നും പറഞ്ഞ്. പക്ഷെ ഇതൊന്നും ചുമ്മാതാണ്. അവസരങ്ങൾ ഇന്ന് നമ്മൾ ചെല്ലുന്നു, നമ്മുടെ എല്ലാം പോയി കഴിഞ്ഞിട്ട് നാളെ മറ്റൊരു പെൺകുട്ടി വരുമ്പോൾ അത് ആ ഒരു രീതിയാണ്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളിൽ പോയി തലവെച്ച് കൊടുക്കാതിരിക്കാനേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഓടി ചെന്നിട്ട് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്ന് കൊടുത്തിട്ട് കാര്യമില്ല. നല്ലതിനെ നല്ലതായിട്ട് കാണുക. ഈ ചെറിയ പയ്യന്മാരുണ്ടല്ലോ, അതായത് മെച്യൂരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു യുവത്വത്തിന്റെ ഒരു തീവ്രതയിലൊക്കെ നിൽക്കുന്ന ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ആളുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അവര് പറയണ്ടായിരുന്നു, ചെറിയ പിള്ളേരാണ് ഇതുപോലത്തെ കമന്റ് ഒക്കെ ഇടുന്നത്, അവന്റെ ഒക്കെ എന്താ പറയുക, ഒരു ചേച്ചി ആവാനുള്ള പ്രായമൊക്കെ എനിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോ എന്താണ് ഈ ഒരു ആണുങ്ങളുടെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്? അത്രയും സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? അതായത് ചെറിയ പിള്ളേര് പോലും സ്വന്തം ചേച്ചിയായിട്ട് കാണേണ്ട ഒരാളെ, അത്ര വയസ്സുള്ള ഒരാളെ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പൊ എനിക്കൊരു മകനുണ്ട് അല്ലെങ്കിൽ മകളുണ്ട്, ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരു ഡോഗ് ഉണ്ട്, ആ ഡോഗിനോട് പറയാം മോനെ ആ ഇറച്ചി എടുക്കരുത്, അമ്മ ഇവിടെ വെക്കുന്നു, പോയി കൈ കഴുകിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരെയും വേണമെങ്കിലും ആർക്കും എന്ത് വേണമെങ്കിലും പറയാം, അവരോട് ചോദിക്കില്ല എന്നുള്ളൊരു ഇതാണ് അവരുടെ ആ ഒരു രീതി എന്ന് പറയുന്നത്. ചിലപ്പം ഒരു ബിയർ അടിച്ചിട്ടിരിക്കുമ്പോ ഓ ഇവളുടെ ഫോട്ടോ കൊള്ളാം, ഇവളെ അങ്ങനെ ഒന്ന് വിളിച്ചാൽ എന്നുള്ളത്. പക്ഷെ നമ്മുടെ നല്ല നല്ല ഇതെന്ന് പറയുമ്പോൾ നമ്മളത് മറ്റൊരാളെ മോശമായിട്ട്, ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഒരാളെ മോശമായിട്ടും മറ്റൊരു ഇതുമല്ല പറയുന്നത്. ഈ കമന്റുകൾ വരാനുണ്ടാകുന്ന സാഹചര്യങ്ങൾ, ഇപ്പൊ ഞാനൊരു ബിക്കിനി ഇടുന്നു, അതിനെ അതിൻ്റെതായ രീതിയിൽ കാണാത്തതും കൊണ്ടാണ് ഈ ഒരു മോശ കമന്റ് അവിടെ വരുന്നത്. ഇപ്പൊ ഞാൻ സാരി ഉടുത്തു, ഒരു ക്ലീവേജ് ശകലം കാണിച്ചു അല്ലെങ്കിൽ നേവല് കാണിച്ചു, അപ്പൊ അവിടെ വരുന്നതില് ഓ ഇവിടെ അതൊന്നും കാണിച്ചില്ല, സിമ്പിളായിട്ട് ഞാൻ വന്നു, ഒന്നും ഇന്ന് കാണിച്ചില്ലല്ലോ ഗൗരി ചേച്ചിയെ, എന്തേന്ന് കാണിക്കാഞ്ഞ് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ, നമ്മളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പൊ ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ ഒന്നും കാണിക്കാതെ എനിക്ക് കൊടുക്കാം. പക്ഷെ എന്റെ ഭംഗി എന്ന് പറയുന്ന ചില ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും നേവല് എനിക്കത് ഭംഗിയാണ്, എനിക്കൊരു കമ്മൽ അവിടെ കുത്തിയിട്ട് ഞാൻ 4 പേരെ കാണിക്കണമെന്ന് തോന്നിയാൽ സ്വാഭാവികമായി ആൾക്കാർ ഇപ്പം കണ്ടിട്ടില്ലേ, ഓരോരുത്തർ ചുണ്ടില് മറ്റേ ഇതിടുന്നു, പുരികത്തില് ഇതിടുന്നു, സ്റ്റഡ് ഇടുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പൊ മൂക്കുത്തി ആണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് വലതിടുന്നു, അത് അവരവരുടെ ഇഷ്ടമാണ്. സ്ലീവ്ലെസ് ഇടുന്നു, ബ്രാബോലുള്ള ബ്ലൗസുകൾ ഇടുന്നു, അപ്പൊ അത് അവരുടെ ഇഷ്ടമാണ്. അതേപോലെ ഈ കമന്റ് കണ്ടിട്ട് എന്തുകൊണ്ടാണ് മറ്റൊരാളെ ഇവര് പറയാൻ പോവാത്തത്? ചിലപ്പോ എന്റെ വീഡിയോ ആയിരിക്കും അത് കാണുന്ന, ആ വീഡിയോയുടെ അടിയിൽ ആ ഗൗരി ചേച്ചി സൂപ്പർ, ചേച്ചി ബിക്കിനി അതൊന്ന് ഊരാമോ, ഇങ്ങനെയുള്ള കമന്റുകൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതികരിക്കത്തില്ല. കാരണം ആ വന്ന സാഹചര്യം, അതല്ലെങ്കിൽ അതൊരു സ്റ്റുഡന്റ് ആണ്, അത് നമ്മൾ ഇവരുടെ പ്രൊഫൈല് നോക്കി പോകണില്ല. കാരണം ഇവരുടെ ഈ ഇരിക്കുന്ന സമയം ഇവരൊരു ശരിക്കും ഞെട്ടിയിട്ടുണ്ട്, ഇത് ചെറിയ പിള്ളേരാണ് ഇങ്ങനെ കമന്റ് അല്ല, ഇവർ 5 മണി മുതൽ ഇവരുടേതായ ഒരു ലോകം അല്ലേ. ഇപ്പൊ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബാച്ചിലർ പിള്ളേരുമായിട്ടിരിക്കും, ഇവരൊരു ബിയറൊക്കെ അടിക്കും, സ്വാഭാവികമായിട്ട് ഒരു കമന്റ് ഇടും. പിന്നെ ഈ കമന്റ് നോക്കണില്ല, അല്ലെങ്കിൽ നമ്മൾ അതിന് റിപ്ലൈ കൊടുത്താലാണ് ഇതുങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ചെല്ലത്തുള്ളൂ. ഈ കമന്റ് ഇട്ട് കഴിഞ്ഞു അടുത്തത് സ്ക്രോൾ ചെയ്ത് പോവുമല്ലേ. അപ്പൊ ഈ കമന്റ് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതൊരു പ്രശ്നം. ചിലതിനെയൊക്കെ ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട്, സ്റ്റോറി ഇട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട്, അപ്പോഴത്തേക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് അങ്ങ് പോകും. വെറുതെ എന്തിനാണ് അതുങ്ങളുടെ ഒരു ഇത് കളയണത്? അതുങ്ങൾക്ക് തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് നമ്മൾ ഇതിനെല്ലാത്തിനും മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ മറുപടി. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനോടൊന്നും എനിക്കൊരു യോജിപ്പും ഇല്ല, അത് തെറ്റ് തന്നെയാണ്. നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യില്ല, കാരണം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് ബ്ലോക്ക് ചെയ്തു പോവാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 18 വയസ്സും 19, 20 ഇവരുടെ ഒരു ഏജ്, ഒരു പ്രായമാണ്. അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പം എന്താ പറയുക, നമ്മുടെ അൽഗോരിതം 18 വയസ്സിനുള്ളവർക്ക് മേലോട്ടുള്ളവർക്ക് ഉള്ളൂ, താഴോട്ടുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി കൊടുക്കില്ല എന്ന ഇൻസ്റ്റഗ്രാം. പക്ഷെ അത് നമ്മൾ 18 ആക്കും, 19 ആക്കും, 20 ആക്കി നടക്കുന്ന പിള്ളേരാണ്. അപ്പൊ നേരത്തെ കണ്ടിപ്പം കഴിഞ്ഞ ഇടയ്ക്കും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആദ്യം ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഏജ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ 5 വയസ്സുള്ള കൊച്ചുവാണെങ്കിൽ 20 വയസ്സെന്ന് നമുക്കത് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് അതിനൊരു ഇത് വന്നു കഴിഞ്ഞാൽ ആരും ഇതുപോലുള്ള കമന്റുകളോ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ബിക്കിനി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര്, ഇപ്പൊ ഞാൻ മാത്രമല്ല ബിക്കിനി ഇടുന്നത്, ഒരുപാട് മോഡൽസ് ഇപ്പം
ഇഷ്ടം പോലെ ഉം. അട്ടിയടിക്ക് ഇപ്പൊ ഞാൻ നേരത്തെ ഞങ്ങൾ കുറച്ച് പേരായിരുന്നു ഈ ബിക്കിനി ഇടുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊ ഒരുപാട് മോഡൽസും ബിക്കിനി അല്ലെങ്കിൽ ബീച്ച് ഏരിയ മറ്റുള്ള ഇതിൽ വന്നിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പം അത് അവർക്ക് അവരുടെ വരുമാന മാർഗമാണ്. എനിക്ക് അവരോട് പോയിട്ട് ചേച്ചി ഞാൻ ചെയ്യുന്നത് ചേച്ചിക്ക് എന്റെ കണ്ടന്റുകൾ കോപ്പി ചെയ്തിട്ട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഓ അവരോട് പോയിട്ട് എനിക്ക് ചെയ്യരുതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ അവരത് ആ കണ്ടന്റ് അതുപോലെ അവർ ചെയ്യുന്നതെന്ന് പറയണേ. അപ്പം ഈ കമന്റ് പറയുന്നവരോടും എനിക്കൊന്നും പറയാനില്ല. അത് അവരുടെ ആ ഒരു ഏജിൽ അവർക്ക് തോന്നുന്ന ഒരു രീതി. ഞാൻ അതിൻ്റെ അകത്ത് മോശമൊന്നും കാണിക്കുന്നില്ല. ഒരു 2 പീസ് അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ആ കമന്റ് ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരുപാട് പേര് ഈ ഞാൻ പറഞ്ഞില്ല ഹിന്ദിക്കാര് അവര് വന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വി സി എന്നും പറഞ്ഞിട്ട് അവരവിടെ ഇടുന്നതല്ലാതെ വീഡിയോ കോൾ സർവീസ് ഹിന്ദിക്കാരികൾ പയ്യന്മാരല്ല അവിടുത്തെ ആൾക്കാരുണ്ടല്ലോ. ഇപ്പം കുറെ സോഫ്റ്റ്വെയർ ഇറങ്ങിയിട്ടുണ്ട്. ടാങ്കോ ഓൺലൈൻ മീഡിയ മറ്റേ ഓൺലൈൻ ചാനൽ ഓരോന്നുണ്ടല്ലോ. അതില് വീഡിയോ കോളിൽ ഇരിക്കുമ്പോഴത്തേക്ക് വീഡിയോ കോൾ സർവീസ്. അപ്പൊ അവര് ഇതിനകത്ത് വന്നിട്ട് എന്റെ കമന്റിൽ വന്നിട്ട് വീഡിയോ കോൾ സർവീസ് ഇടുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇത് ആദ്യമേ നമ്മളൊരു 100 എണ്ണം ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഇത് തന്നെ വരുന്നു. അപ്പൊ മലയാളികളുടെ കമന്റ് ഇതിൽ ഹൈഡ് ആവുന്നുണ്ട്. ഹിന്ദിക്കാരുടെ ആണ് മെയിൻ ആയിട്ട് വന്ന് കിടക്കുന്നതെന്ന്. അപ്പൊ ഇതിന് മറുപടി കൊടുക്കാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അതിനേ ഉള്ളൂ സമയം എന്ന് പറയുന്നത്. മൈൻഡ് ചെയ്യാതെ വിട്ടേക്കൂ. സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് സൊസൈറ്റി ആണോ നമ്മൾ ഒരിക്കലും അല്ല. ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. കാരണം ഇതിന്റെ അകത്ത് 100 പേരുണ്ടെങ്കിൽ 100-ലെ ഒരു 10 പേരെ ഞാൻ പറയത്തുള്ളൂ. എല്ലാവരെയും ഞാൻ അതുപോലെ ഞാൻ പറയില്ല. ചില കമന്റ്സുകൾ കാണുന്നു ആണുങ്ങളുടെ ഒരു ലൈംഗിക ദാരിദ്ര്യം വിറ്റ് പൈസ ആക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ പറഞ്ഞല്ലോ ആണെന്ന് പറഞ്ഞ വർഗത്തിന് ഇപ്പൊ ഞാൻ ഒരു പെണ്ണ് ഞാൻ പോയി തെറ്റ് ചെയ്തിട്ട് ആ കൂട്ടത്തിൽ നിൽക്കുന്നവനെ ക്രൂശിക്കുന്ന കാലമാണ്. അതിന്റെ അകത്ത് ഇപ്പൊ സ്ത്രീകളും എന്റെ പിക്ചേഴ്സ് കണ്ടു. അപ്പൊ അവരെ ഞാൻ എന്നാ ഇനിയും പറയേണ്ടത്? അവരും എന്റെ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ട് കമന്റുകൾ ചെയ്യാറുണ്ട്. എന്റെ സുഹൃത്തുക്കൾ കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ അവരെ മോശക്കാരാക്കണ്ടേ? എന്റെ ബിക്കിനി ഫോട്ടോസ് കണ്ടിട്ട് അവരും മോശക്കാർ. ആണുങ്ങളെ ഞാൻ എന്തിനാണ് സമൂഹത്തില് മോശക്കാരാക്കി മാറ്റണേ? അപ്പൊ അങ്ങനെയൊന്നും എനിക്കൊരു ഇത് തോന്നിയിട്ടില്ല. കാരണം അവരും അവരുടേതായ ഇഷ്ടങ്ങൾക്ക് ജീവിക്കണു. അവര് അവരുടെ സത്യസന്ധമായ മറുപടികൾ ഫേക്കിനെ ഞാൻ നോക്കാറില്ല. ഫേക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രൊഫൈലുകൾ വന്നിട്ട് കമന്റ് ഇടാറുണ്ട്. അവര് നമുക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. വേറെ ഒരു പ്രശ്നം എനിക്കായിട്ട് വന്നിട്ടില്ല. മറ്റുള്ളവർക്ക് വന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. വന്നിട്ടുണ്ടെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിൽ പറയുമല്ലോ. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഞാൻ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നതുമല്ല. അവരെന്റേത് കണ്ടിട്ട് ജീവിക്കുന്നവരുമല്ല. കോമൺ ആയിട്ട് ഇപ്പൊ എന്റെ ഒരു ഫോട്ടോ കാണുമ്പോൾ അവരത് സ്വാഭാവികമായിട്ട് നോക്കും. നെക്സ്റ്റ് വേറൊരു മോഡൽ വരുമ്പോൾ ആ മോഡലിന്റെ അവർ നോക്കും. ഇപ്പൊ ആണുങ്ങൾ ഇന്നതാണെന്നും പറഞ്ഞിട്ട് ഞാൻ അവരെ ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. കാരണം നമ്മൾ 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ടായിട്ടായിരിക്കാം നമ്മൾ ആ തെറ്റിലേക്ക് പോകുന്നത്. ഒരാളെ ന്യായീകരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് എഴുതുന്ന ഒരാളായിരുന്നു. പിന്നെ പെട്ടെന്ന് ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നപ്പോ ഇപ്പൊ ഒന്നിനും സമയമില്ല. എന്തായിരുന്നു അപ്പൊ എഴുതിക്കൊണ്ടിരുന്നത്? കവിതകള്. പ്രണയം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? അങ്ങനത്തെ പ്രണയത്തിനെ കുറിച്ചൊക്കെ ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു എഴുത്തിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തപ്പോ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പോലും നമ്മൾ അകറ്റി നിർത്തിയിട്ടുണ്ടോ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തതിന് വേണ്ടി? മോഡലിംഗ് ഇല്ല. അത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ലെസ്ബിയൻ ചെയ്തപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെസ്ബിയൻ ഷൂട്ട് കഴിഞ്ഞത് ഇവർക്ക് ആദ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ലെസ്ബിയൻ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെയാണെന്ന് എനിക്കൊരു തോന്നൽ. ഇനിയും അതെനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നത്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പം ആൾക്കാർക്ക് കുറച്ച് പേർക്ക് എന്തൊക്കെയോ കുരുപൊട്ടി. അത് കണ്ടിട്ട് അവർ വാട്സപ്പിലൊക്കെ ബ്ലോക്ക് ചെയ്തു. പിന്നെ അവരായിട്ട് തന്നെ ഇങ്ങോട്ട് സോറിയൊക്കെ പറഞ്ഞു വന്നു. അപ്പൊ ഞാനായിട്ട് അങ്ങോട്ട് മൈൻഡ് ചെയ്യാതായി. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. നമ്മളൊരു കണ്ടന്റ് ആണ് അത് എടുത്തിരിക്കുന്നത്. ആ കണ്ടന്റിന്റെ പേരിൽ എന്നെ ഇത്ര വർഷക്കാലമായിട്ട് മിണ്ടിക്കൊണ്ടിരുന്നിട്ട് ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അതിനോട് പോലെ തോന്നിയിട്ടുണ്ടോ? അത് ആ ഒരു ഇതിൽ മാത്രം. കാരണം ഞാൻ എന്തോ ഇപ്പൊ ഞാൻ ഗേ ആണോ അല്ലെങ്കിൽ മറ്റേ ഇതാണോ എന്നുള്ളതല്ല. ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. ഇപ്പം ലെസ്ബിയൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എടാ ഞാൻ ഇതൊരു കൺസെപ്റ്റ് അല്ലേ ചെയ്തിട്ടുള്ള, അല്ലാതെ മോശമായിട്ടൊരു ഇതൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ അകത്ത് ഞങ്ങളൊരു ടീമായിട്ട് ചെയ്തു. ആ വർക്ക് കഴിഞ്ഞു. അതിന്റെ അകത്ത് ഞാനിപ്പോ അതാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നാണ് നമ്മളതാണെന്ന് മറ്റൊരാളുടെ ഇഷ്ടത്തിനല്ലല്ലോ നമ്മൾ പോണേ. പക്ഷെ അതല്ല, നമ്മൾ നമ്മുടേതായ ഇത് ആരുമായിട്ട് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ജീവിക്കുന്നവരെ ഞാൻ ഒരിക്കലും മോശക്കാരായിട്ട് മാറ്റിയിട്ടുമില്ല. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഭാവിയിൽ ഒരു ഓട്ടോബയോഗ്രഫി ഒക്കെ എഴുതാൻ സാധ്യതയുണ്ടോ?
ദൈവത്തിന്റെ കൃപയാൽ ഇത്രയും വരെയും നമ്മൾ എത്തിപ്പെട്ടു. ഇനി നാളത്തത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പോകുന്ന വഴി ഞാൻ മരിച്ചാൽ മരിച്ചു എന്ന് പറയാം. അപ്പം എല്ലാത്തിലും പ്ലാനഡ് ആണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഓർത്തിട്ട് ആരും കരയണമെന്ന് ഞാൻ പറയാറില്ല. പിന്നെ മറ്റുള്ളവരെ നോക്കിയിട്ട് ഞാനൊട്ട് ജീവിക്കണമില്ല. ഇപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെങ്കിലും കൊണ്ട് എന്നെ അടക്കാൻ ഞാൻ പറയും. ഇന്നടത്ത് കൊണ്ടുപോയി എന്നെ അടക്കാൻ പറയില്ല. അപ്പം ഇന്നത് ഓട്ടോഗ്രാഫ് അല്ലെങ്കിൽ മറ്റൊരു ഇതിലേക്ക് എന്റെ ലേബൽ വരണമെന്നൊന്നും ഞാൻ ചിന്തിക്കണില്ല. സ്വന്തം ജീവിത കഥ ഒരു ബുക്കായി എഴുതണം, അത് ഞാൻ ആലോചിക്കുന്നുണ്ട്. താമസിക്കാതെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു പേര്, അതിന്റെ പേര് ചിലപ്പോ എന്റെ പേര് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ആയിരിക്കാം. കാരണം ഞാൻ അനുഭവിച്ചത് എന്റെ ഓർമ്മ വെച്ച നാള് മുതൽ ഞാൻ അനുഭവിച്ച ആ ഒരു ജീവചരിത്രം എനിക്ക് സിനിമയാക്കണം എന്നായിരുന്നു ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ ഗൗരിയുടെ ഒറ്റ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് തീരുന്നതല്ല എന്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരുപാടുണ്ട്. പക്ഷെ നമ്മളൊരു ചുരുക്കിയൊരു സിനിമയാക്കുകയാണെങ്കിൽ ആ സ്റ്റോറി ഒരിക്കലും നിക്കില്ല. കാരണം നമ്മൾ അതിന്റെ അകത്ത് ചില ഇത് എടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കംപ്ലീറ്റ് ആകില്ല. ഒരു സെക്കൻഡ് വരണം. അതിന്റെ അകത്ത് ആ സെക്കൻഡ് കൊണ്ട് ചിലപ്പോ മേ ബി തീരാമായിരിക്കാം. പക്ഷെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. വെബ് സീരീസ് ആയിട്ട് ഇറക്കിയാലോ? വെബ് സീരീസിൽ അഭിനയിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ എന്റെ കഥ കൊണ്ടുപോയി വെബ് സീരീസ് ആക്കുന്നില്ല. അതിനോട് താല്പര്യമില്ല. അപ്പൊ സപ്പോസ് സിനിമയാക്കുകയാണെങ്കിൽ ഗൗരിയുടെ ക്യാരക്ടർ ഗൗരി തന്നെയായിരിക്കും പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ എന്റെ ക്യാരക്ടർ ഞാൻ എന്തിനാണ് അപ്പൊ എനിക്ക് കുറച്ചുകൂടെ വാർദ്ധക്യം ചെല്ലുകയല്ലേ. അപ്പൊ ആരായിരിക്കും ഇപ്പൊ ഒരു മനസ്സിലുണ്ടോ എന്റെ ക്യാരക്ടർ ആ ഒരു നടി ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും? അങ്ങനെയൊന്നുമില്ല. ഞാൻ സിനിമയാക്കണം എന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു കഥ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്നത് ആൾ അഭിനയിക്കണം അല്ല ഇന്നത് അല്ല. അതിന്റെ അകത്ത് നമ്മൾ എഴുതി വന്നിട്ടല്ലേ നമ്മൾ ഇന്നത് ആള് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് പറയണേ. പക്ഷെ തുടങ്ങിയിട്ടുണ്ടോ? ഒരാളിനെയും കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോ അപ്പൊ അടുത്ത് തന്നെ നമുക്കത് വായിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് ഈ ഒരു സെഷൻ നല്ല സെഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും പുറമെ ചിരിക്കുന്ന ഒരാളാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാൾ, ആരെയും വേദനിപ്പിക്കാൻ താല്പര്യമില്ല. നമ്മളെ ആരെയും നോക്കി അങ്ങ് ജീവിക്കുന്നു. കല്ലെറിയുന്നവർ കല്ലെറിഞ്ഞോട്ടെ, പാപം ചെയ്യാത്തവർ കല്ലെറിഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നമ്മൾ മോശക്കാരായി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്നു, നമ്മൾ ഇവിടെ ഇരുന്നു, നമ്മളൊരു ഇന്റർവ്യൂ ചെയ്തു, അത്രയും സമയം നമ്മൾ നേരെ പോയി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മളെ അറിയാത്ത കുറെ ആൾക്കാരുണ്ട് ഈ സോഷ്യൽ മീഡിയകൾ തന്നെ. അപ്പൊ ഞാൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തോ കൊലപാതകം ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ബിക്കിനി ഇടുന്നതിന്റെ പേരിൽ എന്നെ മോശക്കാരി എന്നും പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ കേൾക്കുന്നുണ്ട്. അതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു റീല് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സോഷ്യൽ മീഡിയയിൽ ഇട്ടേക്കുന്നതിന്റെ കമന്റിൽ ഇവക്ക് വേറെ എന്തെങ്കിലും ഇത് ചെയ്തുകൂടെ എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ഇത് കാര്യമുള്ളൂ, ഞാനൊരു കൊലപാതകം ചെയ്തിട്ട് വന്ന് നിൽക്കല്ല. നമ്മളൊരു ബിക്കിനി ഷൂട്ട് ചെയ്യണോ, അല്ലെങ്കിൽ സാരി ഉടുക്കുന്നു, അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്നു, ഈ വീഡിയോ കണ്ടന്റുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ അടിയിൽ വന്നിട്ട് പറയും അപ്പം നമ്മളെ കൊല്ലാക്കൊല ചെയ്യുകയാണ്, ഞാൻ എന്തോ ചെയ്തിട്ടാണ് വന്ന് നമ്മൾ കേൾക്കുന്നതെന്ന് പറയണേ. പക്ഷെ ഈ പറയുന്നവര് എന്നെ പറയാതിരിക്കുക, ഇത് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ഇവരെന്നെ അറിയണില്ല, അറിയാതെ വന്നിട്ട് എന്തൊക്കെയോ വിടുവത്തരങ്ങൾ വിളിച്ചു പറയണു. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ നമ്മളിപ്പോ ഇരുന്ന് സംസാരിക്കുമ്പോ അവര് പറയും കുറെ വിടുവത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇവൾ ആരാണ്, ഇവിടെ എന്തിനാണ് ഇന്റർവ്യൂസിന് വിളിച്ച്, ഇങ്ങനെ ഒരു കമന്റ് വരാറുണ്ട്. പക്ഷെ ചില മനുഷ്യരുടെ സാഹചര്യങ്ങൾ കാണുന്നുണ്ട്, അവർക്ക് കാണും. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മളെ മനസ്സിലാക്കുന്നവർ നമ്മളെ പൊതുസമൂഹത്തിൽ ആ ഒരു ഇന്റർവ്യൂവില് നമ്മളെ പറഞ്ഞുകൊടുത്ത് എന്താണ് ഗൗരി എന്ന് അറിയാൻ ശ്രമിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. കാരണം കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു 30,000-ന്റെയും ഒരു 5 ലക്ഷത്തിന്റെയും ഒക്കെ എന്നെ കുറിച്ച് പറഞ്ഞു. അതൊന്നും സത്യസന്ധമായ ഒരു കാര്യമല്ല. അതെല്ലാം കേട്ടോണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇരുന്ന് ആസ്വദിക്കുകയാണ്. അപ്പം ദൈവത്തെ ഓർത്ത് ഇതൊന്നും പറയാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഒരൊറ്റ മെസ്സേജ് പ്രേക്ഷകർക്ക് വേണ്ടി എന്താ കൊടുക്കാനുള്ളത്? നിങ്ങൾ പറയുന്നവർ എന്നെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും, അല്ലാത്തവർ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അവരുടെ വിലപ്പെട്ട സ്നേഹമാണല്ലോ എനിക്ക് ഏറ്റവും വലുതെന്ന് പറയണേ. അതില് ഇപ്പൊ ചിലര് കല്ലെറിയുന്നവര് കല്ലെറിഞ്ഞോട്ടെ ഇരുന്നോട്ടെ, അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ ആ എറിയുന്നവർ ഒരാൾ കുറച്ചു നേരത്തേക്ക് എന്നോടൊന്ന് ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഗൗരി എന്നെ കൊണ്ട് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഹിസ്റ്ററികൾ അവരറിയാൻ ശ്രമിക്കാം. അല്ലാതെ മോശമായിട്ടൊരു കമന്റ് ഇട്ടുകൊണ്ട് അവൾ ഇന്നതാണ് അവൾ ഇന്നതാണെന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ അറിയാൻ ശ്രമിക്കുക. ഇപ്പൊ ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ്
ഒരാളാണെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ കരയുകയായിരിക്കും. അത് പുറം ലോകത്തെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉണ്ട്. അത് നമ്മുടെ ഉള്ളിൽ കാണിച്ചാൽ മതി. പുറത്തു വരുമ്പോൾ ഞാൻ ചിരിച്ച് സന്തോഷമായി ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ദുഃഖങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അവരോട് കുറച്ചു നേരത്തേക്ക് പറഞ്ഞിട്ട് അവരുടെ സിമ്പതി ഏറ്റിട്ട് എനിക്ക് ഒന്നും നേടാനില്ല. അപ്പം ഞാൻ ചിരിച്ച് സന്തോഷമായിട്ട് പോകുന്നു. പറയുന്നവർ എന്നെ പള്ളു പറയുന്നവർ പറയാതിരിക്കുക കഴിവതും. പറയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു, എനിക്ക് അതിൽ പ്രശ്നമില്ല. ഇത് മാത്രമേ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട്. പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അവരെ പറയുകയല്ല, ചില ആൾക്കാർ മാത്രം പറയുന്നത് പറഞ്ഞോട്ടേ ഇരിക്കട്ടെ, പ്രശ്നമല്ലാതെ മുൻപോട്ട് പോകണം. ഞാനായിട്ട് പോവുകയാണ്. ഇനി ഒരുപാട് വെറൈറ്റി കണ്ടന്റ്സ് ചെയ്യാൻ സാധിക്കട്ടെ. പച്ചക്കറി പോലെ ഇനി അടുത്ത ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് നല്ല വെറൈറ്റി കണ്ടന്റ്സ് എഴുതാൻ പറ്റട്ടെ. നമ്മൾ ബുക്കിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ താങ്ക് യു.